കരിങ്കണ്ണിൻ കടചുകന്ന് കരിഞ്ചായൽ കെട്ടഴിഞ്ഞ് കാരിരുമ്പിൽ ഉടൽ വിറച്ചു കുറുത്തിയുറയുന്നു അരങ്ങത്തു മുൻനിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചുകൊണ്ടിടം കണ്ണാൽ കുറുത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്നു. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കടമനിട്ടയുടെ കുറത്തി എന്ന ആ കവിതയിലെ 2 വരികൾ പാടിക്കൊണ്ട് തന്നെ വാർത്തയിലേക്ക് വരാം. മുത്തങ്ങ കലാപത്തെ ഓർമ്മപ്പെടുത്തി അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടോവിനോ ചിത്രം നരിവേട്ടയിലെ ടോവിനോ കഥാപാത്രമായിട്ടുള്ള വർഗീസ് ഇങ്ങനെ പറയുന്നുണ്ട്: ഓരോ തുള്ളി ചോരയ്ക്കും ചരിത്രം കണക്ക് ചോദിക്കുമെന്ന്. ആ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മുത്തങ്ങ കലാപത്തിലേക്ക് വരാം. സുധാകരനിലേക്കും AK ആന്റണിയിലേക്കും UDFന്റെ അഴിഞ്ഞാട്ട ഭരണത്തിലേക്കും ജാനുവിന്റെ അടിമമക്ക എന്ന് പറയുന്ന ആത്മകഥയിലേക്കും വരാം. മുത്തങ്ങ സമരത്തിൽ ജോഗി എന്നൊരു ആദിവാസി മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ, രേഖകൾ പറയുന്നത്. എന്നാൽ 25ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് സമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി നേതാവ് CK ജാനു തന്റെ ആത്മകഥയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടിമമക്ക എന്ന ആത്മകഥയിൽ CK ജാനു പറയുന്നു: പോലീസ് അടി തുടങ്ങിയപ്പോൾ 9 മാസം പ്രായമുള്ള കുഞ്ഞുമായി കാട്ടിലേക്ക് ഓടിപ്പോവേണ്ടി വന്ന പുലിതൂക്കി കോളനിയിലെ മാളു ദിവസങ്ങളോളം കാട്ടിൽ പെട്ടുപോയെന്ന്. അവശതയിലായ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ, ഓർക്കണം, സർക്കാർ ആശുപത്രി വാഹനം വിട്ടുകൊടുക്കാൻ മടിച്ചു എന്ന് ആ ആത്മകഥയിൽ പറയുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോയാൽ പോരെ എന്ന് ആണവർ ചോദിച്ചത്. ഏത് ആന്റണി സർക്കാർ ചോദിച്ചത്. ഇത് പ്രശ്നമായപ്പോൾ 2ാം ദിവസമാണ് വാഹനം വിട്ടുകൊടുത്തത്. കുഞ്ഞിനെ അടക്കിയ ഉടൻ മുത്തങ്ങ സമരത്തിന്റെ പേരിൽ മാളുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തകർത്ത് കളഞ്ഞ നാരായണനും പിന്നീട് മരിക്കുന്നുണ്ട്. മുത്തങ്ങ സമരത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു മടങ്ങിയ ഞേണൻ 3ാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിക്കുന്നു. മർദ്ദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ, മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി 25ഓളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനത്തെ തുടർന്ന് മരിച്ചത്. സമരം നടന്ന സമയത്ത് ജോഗിയണ്ണൻ മാത്രമേ മരിച്ചുള്ളൂ. പോലീസിന്റെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി പിന്നീട് ഓരോരുത്തരായി മരിക്കുകയായിരുന്നു. പോലീസ് മർദ്ദനത്തിന്റെ ദുരിതം പേറുന്നവർ നിരവധിയാണ്. അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്, ഗുരുതര പരിക്കേറ്റവരുണ്ട്. അവരിൽ പലരും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ്. ബൂട്ടിട്ട് ഇടിച്ച് എന്റെ നെഞ്ചിലുണ്ടായ മുഴ ഇപ്പോഴും കല്ലിച്ച് നിൽക്കുന്നുണ്ട്. പനിയും ശരീരവേദനയും വരുമ്പോൾ അതിന്റെ വേദന കൂടും. ജാനുവിന്റെ ഈ വാക്കുകളിലും ആത്മകഥയിലും നിറഞ്ഞു കാണുന്നത് ആന്റണി സർക്കാരിന്റെ നരിവേട്ടയാണ്. സുധാകരൻ അധികാര കസേരയിലിരുന്ന് കാണിച്ചു കൂട്ടിയ കൊടും ക്രൂരതയുടെ മാപ്പില്ലാത്ത നരിവേട്ടയാണ് എന്ന് പറയാതെ വയ്യ. ഇനി നമുക്ക് മുത്തങ്ങ കലാപത്തിലേക്ക് പോകാം. 2001 തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി സമരക്കാരുമായി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഒരു കരാറും ഉണ്ടാക്കുന്നുണ്ട്. 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് കരാറിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അന്ന് സമര നേതൃത്വത്തോടൊപ്പം ആഹ്ലാദഭരിതനായി ചെണ്ടകൊട്ടി തിമിർത്ത ആന്റണിയുടെ ചിത്രം കേരളീയരുടെ സ്മൃതിപഥത്തിൽ ഇപ്പോഴും ഉണ്ടാകാം. തന്റെ ഭരണകാലത്ത് പാവപ്പെട്ട ആദിവാസികളെ ചെണ്ട കൊട്ടിക്കാൻ പോകുന്നതിന്റെ നാന്ദിയായിരുന്നു അന്നത്തെ ആ തിമിർപ്പെന്ന് തുടർന്ന് നടന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ നമ്മളെ തെളിയിച്ചു തരുന്നുണ്ട്. ആദിവാസി ഗോത്രസഭയുടെ നേതൃത്വവും അണികളുമൊക്കെ ആദർശ ധീര പരിവേഷമുള്ള മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. 1 വർഷം കാത്തിരുന്നിട്ടും ഒരു തുണ്ട് ഭൂമി പോലും വിതരണം ചെയ്യപ്പെട്ടില്ല. കരാറിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് ഫയലുകളിൽ ഉറങ്ങി. മുഖ്യമന്ത്രി ആന്റണിയോ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥ സംവിധാനമോ അങ്ങനെ ഒരു കരാർ ഉള്ളതായേ ഭാവിച്ചില്ല എന്നത് ചരിത്രമാണ്. അങ്ങനെയാണ് ഗോത്ര മഹാസഭ മുത്തങ്ങയിലെ വനഭൂമിയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയത്. 2003 ഫെബ്രുവരി 19 സമരഭൂമിയിൽ വെടിവെപ്പുണ്ടാകുന്നു. 2002 ഗുജറാത്ത് കലാപമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഹിന്ദുത്വവാദികൾ കഴിഞ്ഞാടാൻ അവസരം നൽകി എന്നാണല്ലോ നമ്മളൊക്കെ പറയാറ്. അതിന് സമാനമായ സ്ഥിതിയാണ് മുത്തങ്ങയുടെ കാര്യത്തിലും AK ആന്റണിയും ചെയ്തത്. കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് സമുന്നത നേതാവുമൊക്കെയായി മാറിയ ആന്റണി മുത്തങ്ങ സമരകാലത്ത് എല്ലാം പോലീസിന് വിട്ടുകൊടുത്ത് മാമുനിയെ പോലെ നിസ്സംഗനും നിർവികാരനുമൊക്കെയായി മാറിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓർക്കണം, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിച്ചപ്പോൾ ചെണ്ട കൊട്ടി നൃത്തം ചെയ്ത ആന്റണിയുടെ പൊടി പോലും നമുക്ക് മുത്തങ്ങയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നത്
നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അന്നൊരു പക്ഷേ ആന്റണിയുടെ റോൾ നിറവേറ്റാൻ രംഗത്തിറങ്ങിയത് അന്നത്തെ വനം മന്ത്രിയും ഇപ്പോഴത്തെ മുൻ KPCC പ്രസിഡന്റുമായ സുധാകരനായിരുന്നു. സുധാകരൻ ഒരു ജനാധിപത്യ സംസ്ഥാനത്തിലെ മന്ത്രിയായിട്ടല്ല, കണ്ണൂരിലെ ഒരു ലോക്കൽ ഗുണ്ട തലവനെ പോലെ അവിടെ അഴിഞ്ഞാടുകയായിരുന്നു. മുത്തങ്ങയിൽ പെരുമാറിയത് അങ്ങനെയാണ് അദ്ദേഹം. മുത്തങ്ങ സമരത്തെ രക്തരൂക്ഷിതമാക്കി തകർത്ത് അവസാനിപ്പിക്കുന്നതിൽ അന്ന് വനം വകുപ്പിന്റെ ഐബികളിൽ കുടിയേറി ഇരുന്ന സുധാകരന്റെ അനുചര വൃന്ദത്തിന്റെ പങ്ക് ഇന്നും ചർച്ചാ വിഷയമാണ്. മുത്തങ്ങ വെടിവെപ്പിന് മുമ്പും പിമ്പുമൊക്കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകളും ഭീഷണിയുമൊക്കെ പാവപ്പെട്ട ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമത്തിന് പോലീസിനെയും വിരുദ്ധരെയും പ്രേരിപ്പിക്കുന്നതും അവർക്ക് ധൈര്യം നൽകുന്നതുമായിരുന്നു. ആദിവാസികൾക്കെതിരെ നടന്ന അക്രമങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ക്രൂര മർദ്ദനങ്ങൾ അന്വേഷിക്കണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ശുപാർശ കണ്ടില്ലെന്ന് നടിക്കുകയും ആദിവാസികൾക്കെതിരായി മാത്രം CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ആന്റണിയുടെ നടപടിയാണ് അദ്ദേഹത്തെ ഹിറ്റ്ലർക്ക് സമാനമായ ഭരണാധികാരിയാക്കി മാറ്റുന്നത്. 2003 ഫെബ്രുവരി 19 6 മണിക്ക് ശേഷം സുരേഷ് രാജ് പുരോഹിതൻ എന്ന ഉത്തരേന്ത്യക്കാരനായ സവർണ IPS ഉദ്യോഗസ്ഥൻ, ആ ഓഫീസർ നടത്തിയ ആദിവാസികൾക്ക് നേരെയുള്ള വെടിവെപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആന്റണിക്ക് കൈ കഴുകാനാകുമോ? ഇല്ല. 20 വർഷം മുമ്പ് സമരഭൂമിയിൽ വെച്ച് വെടിവെപ്പിൽ തല തകർന്ന് മരിച്ച ആദിവാസി വൃദ്ധന്റെ കൊലപാതകം അന്നും ഇന്നും അന്വേഷിക്കപ്പെടാതെ ദുരൂഹമായി തന്നെ തുടരുന്നതിന്റെ ഉത്തരവാദിത്തം അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കല്ലാതെ മറ്റാർക്കാണ്? UDF ഭരണകാലം അടയാളപ്പെടുത്തുന്ന മുത്തങ്ങ കലാപ ഭൂമിയിൽ നിന്ന് ഉയർന്ന് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്റെ മക്കളെ ചുട്ടുകൊന്നില്ലേ കോൺഗ്രസ് എന്ന് തന്നെയാണ്. എന്തായാലും നരിവേട്ട എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ എത്തി ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. സതീശനും കൂട്ടരും ഒക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത് ചർച്ചയാകല്ലേ എന്ന് തന്നെയാണ്. UDFന്റെ ഭരണകാലത്ത് ആദിവാസികളോടുള്ള സമീപനം എന്തായിരുന്നുവെന്ന് നന്നായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ സിനിമ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സിനിമയ്ക്കപ്പുറം അന്ന് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ ജാനു എഴുതിയ ആത്മകഥയിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. UDFന്റെ ഭരണകാലത്ത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദിവാസികളോടുള്ള സമീപനം. കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തവരെയാണ് വെടിവെച്ചു കൊന്നത്. അവരുടെ സമരത്തെ ഏത് രീതിയിലാണ് UDF നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലും അല്ലാതെയുമൊക്കെ LDF സർക്കാരിനെതിരെ എത്രയധികം സമരങ്ങളാണ് നടക്കുന്നത്. ആ സമരങ്ങളെ എപ്പോഴെങ്കിലും LDF ആ രീതിയിൽ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് UDFും LDFും വ്യത്യസ്തമാവുന്നത്. ഇത്തരത്തിൽ എത്രയധികം സമരങ്ങളാണ്, എത്രയധികം സംഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. തങ്കമണി കേസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിച്ചു തരുന്നത് എന്താണ്? UDFന്റെ ഭരണകാലത്തെ നരനായാട്ടുകളാണ്, നരിവേട്ടകളാണ്. അതൊന്നും അത്ര വേഗം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. എത്ര വർഷം കഴിഞ്ഞാലും അതൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ ഇങ്ങനെ മൂടി വെക്കാൻ വേണ്ടി എത്രയൊക്കെ ശ്രമം നടത്തിയാലും അതൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും UDFന്റെ ഭരണകാലത്തെ ഈ നരിവേട്ട അത് സിനിമയാക്കാനും അത് ഈ കാലത്തിൽ ഒരു വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ UDFന്റെ കപടമുഖം തുറന്നു കാട്ടാനുമൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയ ആളുകൾക്ക് അവരുടെ ധൈര്യത്തിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.